എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗോക്കുവിനിപ്പോ അനക്കമില്ല. ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരിക്കുകളും. ആങ്കർ ആണെങ്കിൽ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. മോൺസ്റ്റർ ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ പൊട്ടിച്ചിരിച്ച് ഹായിയായി ഗോക്കുവിന്റെ നിസ്സഹായ അവസ്ഥ അത് കണ്ട് പരിഹസിക്കും. ആങ്കർ ആണെങ്കിൽ ഹീറോയെ തന്നെ നോക്കും. ഗോക്കുവിന് യാതൊരു അനക്കവും ഇല്ല എന്ന് പറഞ്ഞ് കൗണ്ട് അങ്ങനെ മുൻപോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഗോക്കുവിന് വേണ്ടി നിർത്താതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ചീച്ചി. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഗോക്കു അവൻ ഒന്നാമതായിട്ട് ജയിച്ച് അവളുടെ അടുത്തേക്ക് വരണമെന്നാണ്. മോൺസ്റ്റർ ആണെങ്കിൽ ആങ്കറിനോട് പറയും, നീ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ഓൾറെഡി ഡെഡാണ്. ഞാൻ കരുതിയത് ഇവൻ വലിയൊരു കോമ്പറ്റീറ്റർ ആയിരിക്കുമെന്നാണ്. പക്ഷെ അവന്റെ പവർ അത് ശരിക്കും അടിപൊളി തന്നെയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഗോക്കുവിനെ കാണിക്കും. ഗോക്കുവിനാണെങ്കിൽ ഒരു ചെറിയ അനക്കം പോലുമില്ല. അവൻ അങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. അടുത്ത നിമിഷം എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഗോക്കു ആണെങ്കിൽ ക്യാഷ്ലായിട്ട് എഴുന്നേറ്റ് വരികയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. മാസ്റ്റർ ആണെങ്കിൽ തീർത്ത് പറയും, ഗോക്കു ഈ ലോകത്തിന്റെ പ്രതീക്ഷയാണ്, അത്ര വേഗം അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഗോക്കുവിന്റെ ബോഡിയിലെ ആ ഒരു പരിക്കുകൾ അത് പതിയെ ഹീലാവുന്നത് കണ്ട് മാസ്റ്റർ ആശ്വസിക്കും. ഇവിടെ ചീച്ചി പെണ്ണാണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഗോകു ആണെങ്കിൽ കീറിയ ഡ്രസ്സുകൾ അതങ്ങനെ മാറ്റി അവൻ്റെ പാൻറ് അതങ്ങനെ ഇറുക്കി ഉടുക്കുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നിന്റെ ഗേൾഫ്രണ്ടിന്റെ സന്തോഷം കണ്ടില്ലേ, അധിക സമയത്തേക്ക് അത് അവളുടെ മുഖത്ത് കാണാൻ പോകുന്നില്ല. അവൾക്ക് ഞാൻ നിന്റെ ചേതനയേറ്റ ശരീരത്തിന്റെ ക്ലോസപ്പ് ഷോട്ട് അത് കാണിച്ചു കൊടുക്കും. അത് കേട്ട് ഗോകുവും പൊട്ടിച്ചിരിക്കും. ഗോകു ആണെങ്കിൽ അവനോട് പറയും, നീ വെറുതെ സംസാരിക്കേണ്ട കാര്യമില്ല, നമുക്കിപ്പോൾ ഫൈറ്റ് ചെയ്യാം. അതിന് ആ മോൺസ്റ്റർ പറയും, നീ എടുത്തു വെച്ചിരിക്കുന്ന ചലഞ്ച് അത് വളരെ വലുതാണ്. ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാർ ഒരു ശ്വാസം മുറുക്കെ പിടിച്ച് ഹാർട്ട് ബീറ്റ് കൂടെ ആ ഫൈറ്റ് കാണുകയാണ്. ആ വില്ലൻ അവൻ ശരിക്കും ഭയങ്കര ക്രൂക്കഡാണ്. ഗോകു വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ ഗോകു ആണെങ്കിൽ അവന്റെ പവർ അങ്ങനെ റിലീസ് ചെയ്ത് അവന്റെ ചുറ്റും ഒരു ചുവന്ന കളർ ലൈറ്റ്സ് അതങ്ങനെ സ്പ്രെഡ് ആവും. അതേസമയം ഇവിടെ ആ ഒരു മോൺസ്റ്റർ അവനും അവന്റെ പവർ അങ്ങനെ റിലീസ് ചെയ്യാണ്. അവന് ചുറ്റും ഒരു ബ്ലൂ കളർ ലൈറ്റ് ക്രിയേറ്റ് ആവും. രണ്ടുപേർ ഉച്ചത്തിൽ നിലവിളിച്ച് അവരുടെ പവർ അങ്ങനെ കൂട്ടി എടുക്കുകയാണ്. പവർ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് അവരങ്ങനെ പാഞ്ഞടുക്കുകയാണ്. ഇവിടെ അവരുടെ പവറിൽ പെട്ട് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടും. അവർ രണ്ടുപേരും ഇപ്പൊ ആഞ്ഞടിച്ച് വീണ്ടും ഒരു അൺലിമിറ്റഡ് ആയിട്ട് റിലീസ് ചെയ്ത് കൈകൾ തമ്മിൽ ആഞ്ഞെട്ടിപ്പിക്കുകയാണ്. ആ ഒരു ഇടിയിൽ വലിയൊരു പവർ തന്നെ പുറത്തേക്ക് പ്രവഹിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. പിന്നീട് കൈകോർത്ത് അവർ പരസ്പരം പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഗ്യാപ്പിൽ ആ മോൺസ്റ്റർ ആണെങ്കിൽ കണ്ണിലൂടെ ഫയർ പവർ ഗോകുവിന് നേരെ പ്രയോഗിക്കും. ഗോകു ആണെങ്കിൽ അതിൽ നിന്ന് നൈസായിട്ട് വെട്ടിത്തിരിയും. ഇവിടെ ചീച്ചി ആണെങ്കിൽ ഗോകുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഗോകുവിനെ അവൻ പിടിച്ചു വലിക്കും. ഗോകു അങ്ങനെ കറങ്ങി വന്ന് അവന്റെ മുഖത്ത് കിക്ക് ചെയ്യും. ഒരു കിക്കില് അവന്റെ കിളി പോയി അവൻ ആടി നിൽക്കുന്ന ഗ്യാപ്പിൽ ഗോകു ആണെങ്കിൽ ഇൻവിസിബിൾ ആവുകയാണ്. ആങ്കർ ആണെങ്കിൽ ഗോകുവിന് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുക്കും. ഇവിടെ നമ്മുടെ ആൾക്കാർ ഇംപ്രസ്ഡ് ആവും. കാരണം ഗോകുവിന്റെ സ്പീഡ് ഇപ്പോൾ വളരെ വലുതാണ്. മാത്രമല്ല ആർക്കും ഒരു സിഗ്നൽ പോലും കിട്ടാത്ത ലെവലിലാണ് ഗോകു ഇപ്പോൾ ഇൻവിസിബിൾ ആയിരിക്കുന്നത്. മോൺസ്റ്റർ ആണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദൂരത്തായിട്ട് രണ്ട് പക്ഷികൾ അങ്ങനെ മുട്ടിയൊരുമിയിരിക്കുന്ന അതേസമയം ഗോകു അവന്റെ നേർക്ക് ചാടി വരും. അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച മോൺസ്റ്റർ ആണെങ്കിൽ അവനെ ഇടിച്ചു തെറിപ്പിക്കും. അവിടെ ഉണ്ടായിരുന്ന വലിയ ചുമര് തകർത്ത് ഗോകു താഴേക്ക് വീഴുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഓടിയെത്തും. പക്ഷെ ഗോകുവിനെ അവിടെ കാണാനില്ല. അപ്പോഴായിരിക്കും അടുത്തൊരു ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഗോകു ആ മോൺസ്റ്ററിന്റെ പുറകിലുള്ള കാര്യം അവൻ ശ്രദ്ധിക്കുക. ഗോകു ആണെങ്കിൽ അവനെ ആഞ്ഞടിക്കും. അതിനുശേഷം അവന്റെ പിന്നാലെ പോയി അവനെ നിർത്താതെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ കാല് മടക്കി അവനെ തൊഴിച്ച് മുകളിലേക്ക് തെറിപ്പിക്കുകയാണ്. അതിൽ ദേഷ്യം കൂടിയ മോൺസ്റ്റർ ആണെങ്കിൽ, നീ ഇപ്പൊ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ല, പക്ഷെ ഒരു വൃത്തികെട്ട ഹ്യൂമനായ നീ മുഴുവനായിട്ടും ട്രിഗർ ചെയ്തിരിക്കുകയാണ്, ഇതിനുള്ളത് നീ അനുഭവിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവന്റെ കൈ നീട്ടും. അത് കണ്ട് ഗോകു ആണെങ്കിൽ ഷോക്കാവും. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഫൈറ്റും മത്സരവും റിവഞ്ചും ഞാനും നീയും തമ്മിലാണ്. ദയവ് ചെയ്ത് ഇവിടെയുള്ളവരെ ഇതിലേക്ക് വലിച്ചിടാനായിട്ട് പാടില്ല. അത് കേട്ട് ഇപ്പൊ ചുറ്റുമുള്ളവരെല്ലാവരും വണ്ടറടിക്കുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ടെററായിട്ട് ചിരിച്ച് പവർ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഗോകു ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ആരും നിൽക്കാൻ പാടില്ല, വലിയ അപകടമാണ്, എത്രയും വേഗം നിങ്ങൾ ദൂരത്തേക്ക് മാറണം. ജനങ്ങളാണെങ്കിൽ പാനിക്കായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കും. ജനങ്ങളെ രക്ഷിക്കാൻ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ മുകളിലേക്ക് പറന്നുയരും. നിനക്ക് ആവശ്യം എന്നെയല്ലേ, എന്നെ അറ്റാക്ക് ചെയ്യുന്നു പറയും. അവനാണെങ്കിൽ ഇതിലേക്ക് പ്രയോഗിക്കാനിരുന്ന അറ്റാക്ക് അതിപ്പോ നേരെ ഗോകുവിന് നേരെ ഉപയോഗിക്കുകയാണ്. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ നിന്ന് തെന്നി മാറും. ആ ഒരു വലിയ പവർ ദൂരത്തുണ്ടായിരുന്ന മലനിരകളിൽ ആഞ്ഞെട്ടിക്കുകയാണ്. പവർ അങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യേണ്ട താമസം ആ മലകളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കും. ഇവിടെയുള്ള ജനങ്ങളും ആളുകളും എല്ലാം തന്നെ അതിൽ കിടങ്ങി വിറക്കുകയാണ്. ആ സ്റ്റേജ് പോലും ഇടിഞ്ഞ് താഴേക്ക് പോകും. ആങ്കറും നമ്മുടെ ആൾക്കാരും ജനങ്ങളെല്ലാവരും ഭയത്തോടുകൂടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അവിടെ മുഴുവൻ അങ്ങനെ പൊടി പടർന്നുകൊണ്ടിരിക്കുകയാണ്.
അവിടെ ഉണ്ടായിരുന്ന മലകളിലെ ഭൂരിഭാഗവും തകർന്നു പോയി. ഈ ജയന്റ് പവർ അത് വന്നു വീണ ഭാഗം വലിയൊരു കുഴിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ ജനങ്ങളും ആങ്കറും നമ്മുടെ ആൾക്കാരും എല്ലാം തന്നെ തിരിച്ചറിയും ഇത് വലിയൊരു മത്സരമല്ല, യുദ്ധവും വാറുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവരാണെങ്കിൽ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കഴിഞ്ഞു. ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അവർ ആ മൗണ്ടനിലേക്ക് തന്നെ നോക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോകു അവൻ കറങ്ങി കറങ്ങി താഴേക്ക് വരികയാണ്. ഇവിടെ ആ മോൺസ്റ്ററിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും. കാരണം അത്രയും വലിയ ആ ഒരു അറ്റാക്കും പവർ ഉപയോഗിച്ചിട്ടും ഗോകുവിനൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. അവനാണെങ്കിൽ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഹായ് ആയിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരും. മൊട്ടപ്പനും മാസ്റ്ററും ഗോകുവെ തന്നെയായിരിക്കും നോക്കുക. മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ എന്റെ പവർ കണ്ടില്ലേ, എങ്കിൽ ഒരു നിമിഷം കൊണ്ട് എനിക്ക് നിന്നെ ഇല്ലാതാക്കാൻ കഴിയും. പക്ഷെ അതിൽ എനിക്കൊരു ത്രില്ലില്ല. അത് കേട്ട് ഗോകു പറയും, നിന്റെ വലിയൊരു ഡിസ്ട്രക്ഷൻ ഞാൻ കണ്ടു, ഇനി എന്റെ പവർ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് വലിയൊരു മാസീവ് പവർ തന്നെ ഇപ്പൊ ഗോകു അവൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും ഷോക്ക് ആവുകയാണ്. ആ കാമേ പവറിൽ അവനെ പോലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അത് കാണേണ്ട താമസം മാസ്റ്റർ റോഷി ആളിപ്പോ ഗോകുവെ തടയും. ഗോകു ഒരു കാരണവശാലും എക്സ്ട്രീം ജയന്റ് കാമേ പവർ അത് അവന് നേരെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവന്റെ വയറ്റിലാണ് നിക്ക അദ്ദേഹം ഉള്ളത്. നീ അവനെ തകർത്ത് കളഞ്ഞ അവന്റെ വയറ്റിലുള്ള നിക്ക അദ്ദേഹവും എന്നേക്കുമായിട്ട് ഇല്ലാതാവും. അത് കേട്ട ഗോകു ആണെങ്കിൽ ആ പവർ വേറെ വഴിയില്ലാതെ വിഡ്രോ ചെയ്യും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ അട്ടഹസിച്ച് മാസ്റ്ററിനോട് താങ്ക്സ് പറയാണ്. നിങ്ങൾക്ക് എന്റെ ഹൃദയം കൊണ്ടുള്ള നന്ദി. കാരണം എനിക്ക് ഗോകുവിന്റെ പവർ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ജസ്റ്റ് മിസ്സിനാണ് ഞാൻ എൻ്റെ വലിയൊരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും നമ്മുടെ ആൾക്കാരെ പരിഹസിക്കും. ലോകത്തെ ഭരിക്കാനായിട്ട് 100% യോഗ്യതയുള്ളവൻ ഞാനാണ്, നീ വെറും ഒരു മനുഷ്യനാണ്, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ പവർ റിലീസ് ചെയ്യും. ഗോകു ആണെങ്കിൽ ഓപ്പണൻ ഞാനാണ്, സോ നിന്റെ പവർ എനിക്ക് നേരെ മാത്രം ഉപയോഗിക്കാനായിട്ട് പറയും. ചുറ്റുമുള്ള ജനങ്ങൾക്കാണെങ്കിൽ അവരുടെ ഭയം അത് കൂടി വരും. അവിടെ നിൽക്കണോ ഇന്ന് രക്ഷപ്പെട്ടു പോകണോന്നറിയാതെ അവർ പരസ്പരം കൺഫ്യൂസ്ഡായി നോക്കുകയാണ്. ഇവിടെ മാസ്റ്ററിൻ്റെയും നമ്മുടെ ആൾക്കാരുടെയും ഹാർട്ട് ബീറ്റ് അത് കൂടാനായിട്ട് തുടങ്ങും. കാരണം മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത് വലിയൊരു മാസീവ് പവറാണ്. ഗോകുവും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരുങ്ങലിലാവും. ജനങ്ങൾക്കാണെങ്കിൽ കാര്യം കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കി എല്ലാ ജനങ്ങളും അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും മൊട്ടപ്പന് ഒരു ബുദ്ധി ഉദിക്കുക. മൊട്ടപ്പൻ ഡ്രാഗൺ ബോളിനെ കുറിച്ച് ആലോചിക്കും. അതിനുശേഷം ഗോകുവിനോട് വിളിച്ചു പറയും, ഗോകു നിനക്ക് ധൈര്യമായിട്ട് അവനെ കാമേ പവർ ഉപയോഗിച്ച് കൊല്ലാനായിട്ട് കഴിയും. കാരണം ഗോഡ് ഖാമയെ നമുക്ക് തീർച്ചയായിട്ടും ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ തിരികെ പിടിക്കാനായിട്ട് പറ്റും. അതൊരു നല്ല ബുദ്ധിയാണെന്ന് ഗോകുവിനും ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലാവും. ഗോകു ആണെങ്കിൽ ഹാപ്പിയായി മൊട്ടപ്പനോട് താങ്ക്സ് പറയും. മോൺസ്റ്റർ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ അൾട്ടിമേറ്റ് പവർ ഗോകുവിന് നേരെ പ്രയോഗിക്കും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്. അവന്റെ സുപ്രീം ഹാമേ പവർ അത് ആ മോൺസ്റ്ററിന് നേരെ ഉപയോഗിക്കും. രണ്ടുപേരുടെയും എക്സ്ട്രീം പവറുകൾ അതങ്ങനെ കൂട്ടിയിടിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഫുൾ എഫേർട്ടിൽ അത് മുകളിലേക്ക് പുള്ളി ചെയ്യും. ഒരു എക്സ്ട്രീം ഹാമേ പവർ അത് അവന്റെ ബോഡിയിൽ ആഞ്ഞിടിച്ച് ഇപ്പോൾ അവൻ മുഴുവനായിട്ടും വാഷ് ഔട്ട് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.